അധികാരം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല. അല്ല, ആരായി വരുന്നത്? നമ്മുടെ വിനായകനല്ലയോ? എല്ലാവർക്കും നമസ്കാരം. സാറ് ഒന്നിരുന്ന് സംസാരിച്ചാലോ? മനസ്സിലായില്ലേ? കൊഞ്ചം ഉക്കാരി പേസാണെന്ന് എല്ലാരോടും ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കല്. ഞാൻ വിനായകനാണ് സംസാരിക്കുന്നത്, മനസ്സിലായോ? KP ഉമ്മറി വാതിൽ തുറക്കാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാനിത് ചവിട്ടി തുറക്കും. ഞാനൊരു വികാര ജീവിയാണ്. അല്ലയോടോ ദുൽഖർ സൽമാൻ? കറക്റ്റ്. പോസ്റ്റൊക്കെ നമ്മൾ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത് കൊത്തെ ഗാന്ധി നഗരം ഇവിടെ പകലും രാത്രി തീരുമാനിക്കും ഞാൻ, അല്ലേടോ? വിനയ് പോട്ടെ. അതെ, കറക്റ്റ് ആണ്. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. ആർക്കെന്തെങ്കിലും സംശയമുണ്ടോ? അഞ്ജലിക്ക് സംശയമുണ്ടോ? ചേച്ചിക്ക് 5 കിലോമീറ്റർ ഓടാൻ പറ്റും. സൂപ്പറാണ്, അടിപൊളി, സെറ്റല്ലേ? അല്ലയോട് സൈഡോ? ഞാനൊരു കാര്യം പറയുമോ, ഈ വെള്ളം കുടിച്ചിട്ട് ഇതിങ്ങനെ കൊച്ചിനെ കണ്ട ഈ ഞാൻ 6 വയസ്സായി കൊച്ചെ കണ്ടിട്ട് ഒരു വൈകിട്ടില്ലേ? അതിലേക്ക് നമ്മളൊന്നും ഇപ്പൊ വേണ്ടല്ലോ, എല്ലാവർക്കും അസുഖിനൊക്കെ മതിയല്ല. എന്റെ പൊന്നെ, എന്തു പണ്ടാരോണവൻ ചെന്നപ്പോ തന്നെ 2 പഞ്ച് കയ്യിലും. എനിക്കാളെ പൊളിഞ്ഞതും പിന്നെ എന്റെ ആവശ്യമായി പോയി. നിനക്കൊക്കെ വട്ടാണാടാ പെൺപിള്ളേർ പുറകിന് പോവാൻ. എന്റെ പൊന്നെ റോസിക്ക ആട്ടുവട്ടം അതാ മച്ചാ പറ, നമ്മളത് കൊടുക്കാച്ചാട്ടോ പോത്തിന് കറക്കും സൂപ്പറല്ല. ആട്ടുകള മസാല അടിപൊളി. നമ്മുടെ കൂടെ എന്നുള്ളത് നമ്മുടെ മൊട്ട രാജേന്ദ്രൻ தம்பி. 25 வருஷத்துக்கு முன்னாடி பெரிய ஆற்றல் தூத்துக்குடி மத்திரஸ் குடும்பத்தை அவன் பார்க்காத டைரக்டர்ஸ் இல்ல, സ്റ്റുഡിയോ ഇല്ല, ഒന്നുമില്ല. ആമാ ചിത്രൻ. സുഹൃത്തുക്കളാ, ഞാനിന്നുള്ളത് നേപ്പാളോട് ഒരു വലിയ മണ്ണയുടെ മണ്ടക്കൊടുത്തു. എത്ര മനോഹരമാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ കാഴ്ച. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്നത് കാണണം. ഇന്നെന്റെ കൂടെ ഉള്ളത് ബിഗ് ബോസിൽ അനീഷാണ്. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. ഷാനവാസ് എന്തിനാണ് എപ്പോഴും എന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്? ഷാനവാസ് കണ്ടു, കണ്ണടച്ച് കിടക്കുന്ന ഞാൻ കണ്ടു. അതായത് ഈ കണ്ണടച്ച് കിടക്കുന്നതൊക്കെ ശരിയല്ല. എനിക്കൊരു കാര്യം പറയാം. ഒരു മതം, ഒരു ദൈവം, ശ്രീനാരായണ ദൈവം. പക്ഷെ ഏത് ജാതിയാണ്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഗവൺമെന്റ് എന്ത് പറയുന്നു അതാണ് കറക്റ്റ് ആയിട്ടുള്ള നിയമം. അത് പത്രക്കാർ ഓരോന്നൊക്കെ പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയും. എന്തായാലും ഇവിടെ അവർ വന്നേല് 2 മിമിക്രി അങ്ങ് ചെയ്തിട്ട് പോയേക്കാം. ആദ്യമായിട്ടൊരു ആകാശപ്പൂത്തിരി പൊട്ടുന്ന ശബ്ദം, പിന്നെ ഒരു കൊരോപ്പ് കത്തുന്ന ശബ്ദം,